23-ാം തീയതി കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വിശ്വാസവും ആചാര സംരക്ഷണവും തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് പന്തളം കൊട്ടാരം. ശബരിമല സമരത്തിലുൾപ്പെടെ പന്തളം കൊട്ടാരം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന PNP എന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ കേരളവർമ്മ പന്തളം കൊട്ടാരത്തിലെ അംഗമാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ കൊട്ടാരത്തിന് യാതൊരു ബന്ധവുമില്ലെന്നും ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടന്ന സമര പ്രതിഷേധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ലെന്നും പന്തളം കൊട്ടാരം നിർവാഹക സമിതി സംഘത്തിന്റെ പത്രക്കുറിപ്പിൽ പറയുന്നു. തിരഞ്ഞെടുപ്പിൽ പന്തളത്ത് കൊട്ടാരം നിർവാഹക സംഘം വിശ്വാസങ്ങൾ സംരക്ഷിക്കാനായി ത്യാഗം സഹിച്ചവരെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അയ്യപ്പ ഭക്തരെ ദ്രോഹിച്ച് വിശ്വാസങ്ങളെ ചവിട്ടിമെത്തിച്ച സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ പണിയാറായി പ്രവർത്തിച്ച് ആചാര സംരക്ഷണ പ്രവർത്തനങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്ന സമീപനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും വിശ്വാസി സമൂഹം അതിനെ ശക്തമായി എതിർക്കുമെന്നും കൊട്ടാരം വിശ്വാസികൾക്കൊപ്പം എന്നും ഉണ്ടാകുമെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ആചാര സംരക്ഷണത്തിനായി ജീവിതം ഒഴിഞ്ഞുവച്ചവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നും പന്തളം കൊട്ടാരം അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്തായാലും ശബരിമലയിൽ സുപ്രീം കോടതി വിധി വന്നതിനു ശേഷം ആദ്യമായി പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പന്തളത്തുകാരാണ്. പന്തളം കൊട്ടാരവും പന്തളത്തിലുള്ളവരുമാണ്. എന്തായാലും ഇപ്പോൾ വിശ്വാസം സംരക്ഷിക്കുന്നവർക്കൊപ്പം നിൽക്കണമെന്ന് പന്തളം കൊട്ടാരം ആവർത്തിക്കുമ്പോൾ അത് വ്യക്തമായി സൂചന നൽകുന്നത് BJPക്ക് ഒപ്പം എന്ന് തന്നെയാണ്. സംസ്ഥാന സർക്കാർ ആചാരം ലംഘിച്ചു എന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പന്തളം കൊട്ടാരം തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. അവർ BJPക്കൊപ്പമാകും, അല്ലെങ്കിൽ വിശ്വാസം സംരക്ഷിക്കുന്നവർക്ക് ഒപ്പമാകും എന്നുള്ളത്. അത് 23-ാം തീയതി തിരഞ്ഞെടുപ്പിന് ശേഷവും മെയ് 23-ന് വോട്ടുപെട്ടി തുറക്കുമ്പോഴും മനസ്സിലാകും ആരാണ് വിശ്വാസത്തിനൊപ്പം നിന്നവർക്കാണോ ജനം വോട്ട് നൽകിയത്, അതോ വിശ്വാസം ലംഘിച്ചവർക്കൊപ്പം നിന്നവർക്കാണോ എന്നുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.